ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് നടത്താനിരുന്ന ചർച്ചകൾ ഉപേക്ഷിച്ചതിന് തൊട്ടു പിന്നാലെയാണ് 2 റഷ്യൻ എണ്ണ കമ്പനികളുടെ മേൽ ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത്. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ടാണ് റഷ്യ പ്രതികരിച്ചത്. അമേരിക്കയും ഈ മിസൈലിൻ്റെ ദൂരപരിധിക്കുള്ളിലാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. നിർത്തിവച്ചിരുന്ന ആണവായുധ പരീക്ഷണങ്ങൾ തുടങ്ങാൻ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ രഹസ്യമായി ആണവായുധ പരീക്ഷണങ്ങൾ നിരന്തരം നടത്തുന്നു. ഭൂമിക്കടിയിൽ വെച്ച് നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ലോകം അറിയുന്നതേയില്ല. അമേരിക്ക ഒരു തുറന്ന പുസ്തകമാണെന്നും ഒന്നും തന്നെ രഹസ്യമായി ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ട്രംപിൻ്റെ വിശദീകരണം. പാകിസ്ഥാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെയാണ് പഴി പറയുന്നതെങ്കിലും റഷ്യയുടെ വിജയമാണ് ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ അമേരിക്ക തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം. പരിവർത്തിത ക്രിസ്ത്യാനികളും അവരുടെ പാസ്റ്റർമാരും ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത് തടയുന്ന ബോർഡ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടു നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചില്ല. സംഭവം നടന്നത് ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിലാണ്. ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനം തങ്ങളുടെ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും ഭീഷണിയാകുന്നു എന്ന വാദം അംഗീകരിച്ചാണ് ബോർഡ് നീക്കണം എന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞത്. സ്വന്തം സംസ്കാരം നിലനിർത്താനും പരിപോഷിപ്പിക്കാനും ക്രിസ്ത്യാനികൾ അടക്കമുള്ള എല്ലാ പൗരന്മാർക്കും അവകാശം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നാണ് നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചവർ വാദിക്കുന്നത്. വളരെ ശക്തമായ പരിവർത്തന വിരുദ്ധ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ നിയമം അനുസരിച്ചുള്ള ശിക്ഷകൾ വിധിക്കുന്നത് കോടതികളാണ്. ബോർഡുകൾ സ്ഥാപിച്ചത് ഗ്രാമസഭകളാണ്. മതത്തിൻ്റെ പേരിൽ വിവേചനം നടപ്പാക്കാനാണ് ഗ്രാമസഭകൾ ശ്രമിക്കുന്നത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. യുദ്ധം മാത്രമല്ല, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനും സാമ്പത്തിക സഹായം നിർത്തിവെക്കാനും ആലോചിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നൈജീരിയയിലെ മുസ്ലിം ക്രിസ്ത്യാനി സംഘർഷങ്ങൾക്ക് കുറഞ്ഞത് 7 പതിറ്റാണ്ടെങ്കിലും പഴക്കമുണ്ട്. ഈ രാജ്യത്തിൻ്റെ വടക്കുഭാഗം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും തെക്കുഭാഗം ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശവുമാണ്. ബോക്കോ ഹറാം എന്ന മുസ്ലിം തീവ്രവാദി സംഘടനയുടെ ആവിർഭാവത്തെ തുടർന്ന് ക്രിസ്തു മുസ്ലിം സംഘടനകൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാനാണ് ബോക്കോ ഹറാം ശ്രമിക്കുന്നത്. 2 വിഭാഗത്തിൽപ്പെടുന്നവരും കൊല്ലപ്പെടുന്നുണ്ട്. ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കുന്ന ഒരു വംശഹത്യയായി ഈ കൊലപാതകങ്ങളെ കാണാൻ കഴിയില്ല. നൈജീരിയയുടെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ അമേരിക്ക സ്വീകരിക്കുന്ന എല്ലാ നടപടികളും സ്വാഗതം ചെയ്യുന്നു എന്നാണ് നൈജീരിയ പ്രതികരിച്ചത്. ന്യൂയോർക്ക് നഗരത്തിലെ മേയർ തിരഞ്ഞെടുപ്പിൽ സൊഹറാൻ മന്ദാനി വിജയിച്ചു.
ട്രംപിന്റെ കടുത്ത വിമർശകനായ ഇദ്ദേഹത്തിന്റെ വിജയം ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയാണ്. മംതാനി വിജയിച്ചാൽ നഗരം നശിക്കുമെന്നും ഫെഡറൽ ഫണ്ട് നൽകില്ല എന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. മംതാനിയുടെ പരാജയം ഉറപ്പുവരുത്താനായി കൂടുതൽ വിജയസാധ്യതയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായിരുന്നു ട്രംപിന്റെ പിന്തുണ. ആദ്യത്തെ മുസ്ലിം മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ദക്ഷിണേഷ്യക്കാരനായ ആദ്യത്തെ മേയർ തുടങ്ങിയ നിലകളിൽ ചരിത്രം പുതിയ മേയറെ അടയാളപ്പെടുത്തും. ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ് പുതിയ മേയർ. ന്യൂയോർക്കിൽ മാത്രമല്ല, ന്യൂജേഴ്സിയിലും വിർജീനിയയിലും നടന്ന ഗവർണർ തിരഞ്ഞെടുപ്പിലും ട്രംപിന്റെ പാർട്ടി പരാജയപ്പെട്ടു. ട്രംപ് വിരുദ്ധ വികാരം അമേരിക്കയിൽ എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ പരാജയങ്ങൾ. അമേരിക്കയിലെ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ എതിർപ്പാണ് പരാജയത്തിൻ്റെ കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. 63-കാരിയായ ക്ലൗഡിയ ഷീൻബോം മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ്. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവർ ശാസ്ത്രജ്ഞ എന്ന നിലയിലും അക്കാദമിക് വിദഗ്ധ എന്ന നിലയിലും പ്രസിദ്ധയാണ്. ജനങ്ങളോട് സ്വതന്ത്രമായി ഇടപെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന അംഗരക്ഷകരെ ഒഴിവാക്കാൻ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഇവർ നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് സൈനികരായ അംഗരക്ഷകർ നിഴൽ പോലെ പ്രസിഡന്റിനെ പിന്തുടരുന്ന പതിവ് ഒഴിവാക്കിയിരുന്നു. ബുധനാഴ്ച ഇവരുടെ വസതിക്ക് സമീപം സന്ദർശകരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇവരെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ പ്രസിഡന്റിന്റെ സഹായി ഇയാളെ പിടിച്ചു മാറ്റുകയും ചെയ്തു. പ്രസിഡന്റിനെ ശല്യപ്പെടുത്താമെങ്കിൽ ആരെയും ശല്യപ്പെടുത്താൻ ഇത്തരക്കാർ മടിക്കില്ല. തന്മൂലം ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പ്രസിഡന്റിന്റെ തീരുമാനം. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ നാടാണ് തെക്കേ അമേരിക്കയിലെ മെക്സിക്കോ. ദക്ഷിണ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ വ്യാഴാഴ്ച ഇസ്രായേൽ ആക്രമിച്ചു. ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് പ്രദേശവാസികളോട് ഇസ്രായേൽ സൈനികർ ആവശ്യപ്പെട്ടിരുന്നു. 2023 ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത്. ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം അമേരിക്ക ഇടപെട്ടാണ് ഇവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയത്. തീവ്രവാദി പ്രസ്ഥാനമായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാമെന്ന് അന്ന് ലെബനോൺ സമ്മതിച്ചിരുന്നതാണ്. അതിർത്തിയിൽ ഹിസ്ബുള്ള വൻതോതിൽ ആയുധ ശേഖരണം നടത്തുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ലെബനോണേക്കാൾ ശക്തമാണ് ഇറാനിന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈന്യം. തന്മൂലം ഇവരെ നിയന്ത്രിക്കാൻ ലെബനോണ് കഴിയില്ല. ഇതാണ് വെടിനിർത്തൽ ലംഘിക്കുന്നതിനുള്ള കാരണമായി ഇസ്രായേൽ പറയുന്നത്. തങ്ങളെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നാണ് ലെബനോൺ പ്രതികരിച്ചത്. ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് അമേരിക്കയിൽ ഫെഡറൽ സർക്കാരിൻ്റെ സാമ്പത്തിക വർഷം. കോൺഗ്രസിൻ്റെ അനുമതി കൂടാതെ പ്രസിഡന്റിന് പുതിയ സാമ്പത്തിക വർഷത്തിൽ പണം ചെലവാക്കാൻ കഴിയില്ല. ഒക്ടോബറിലെ ആദ്യ ആഴ്ചയിൽ കോൺഗ്രസ് ധനവിനിയോഗത്തിനുള്ള അനുമതി നൽകാറുണ്ട്. ഈ വർഷം നവംബർ ആയിട്ടും പ്രസിഡന്റിന് കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചില്ല. ഇതിനു മുമ്പും അനുമതി വൈകിയിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം വൈകുന്നത് ആദ്യമായിട്ടാണ്. സൈനികർ അടക്കമുള്ള ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ജോലിക്കാർ എത്താത്തത് മൂലം നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി.
ദരിദ്രർക്കായി സർക്കാർ നടത്തുന്ന ഭക്ഷണ വിതരണവും മുടങ്ങി. കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളിലും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ സെനറ്റിൽ ഭൂരിപക്ഷം കുറവായതുകൊണ്ടാണ് ഭരണകക്ഷി പ്രതിസന്ധിയിലായത്. സാധാരണക്കാർക്കായി തുടങ്ങിയ ഒബാമ കെയർ പദ്ധതിക്കായി കൂടുതൽ പണം അനുവദിക്കണം എന്നതാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം. നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗമാണെങ്കിലും ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ റഷ്യയോടൊപ്പമാണ്. ഉക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകുന്നതിനോടും സൈനിക സഹായം നൽകുന്നതിനോടും ഇദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഇന്ത്യയെപ്പോലെ തന്നെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണയും വാങ്ങുന്നുണ്ട്. ബുഡാപെസ്റ്റിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ ഉപേക്ഷിച്ച് റഷ്യൻ എണ്ണ കമ്പനികളുടെ മേൽ ട്രംപ് പുതിയ ഉപരോധം പ്രഖ്യാപിച്ചതോടെ വിക്ടർ ഓർബൻ വെട്ടിലായിരിക്കുകയാണ്. ട്രംപിനെ പിണക്കാതെ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരാൻ കഴിയില്ല. റഷ്യയെ അപേക്ഷിച്ച് മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ വില കൂടുതലാണ്. ട്രംപിൻ്റെ പ്രീതി നേടണമെങ്കിൽ ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു വില വർധനവുണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഓർബൻ റഷ്യയെ ഉപേക്ഷിക്കാനോ ട്രംപിനെ സ്വീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. അറസ്റ്റിനുള്ള കാരണം എഴുതി നൽകണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രതിക്കു മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ കുറിപ്പ് നൽകേണ്ടത്. അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം മൗലികാവകാശം ആണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഈ അവകാശം ലംഘിക്കപ്പെട്ടാൽ അറസ്റ്റും തുടർന്നുള്ള നടപടികളും നിയമവിരുദ്ധ നടപടികളായി കണക്കാക്കണം. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഈ വിധി ബാധകമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റേതാണ് വിധി. 2024 നടന്ന ഒരു കൊലപാതക കേസിൽ അറസ്റ്റിന്റെ കാരണം എഴുതി നൽകണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. എന്നാൽ കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് അറസ്റ്റും തുടർന്നുള്ള നടപടികളും കോടതി റദ്ദ് ചെയ്തില്ല. ഈ വിധിക്കെതിരെയുള്ള അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ്. അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ ദിവസങ്ങളോളം പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് പീഡിപ്പിക്കുന്ന പോലീസുകാരുള്ള നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയുടെ ഈ വിധി വലിയ ഒരു വഴിത്തിരിവാകും. ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വിദേശത്ത് കൊണ്ടുപോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി പ്രസിഡന്റ് സിറിൽ രാമഫോസ അറിയിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരായി ഇവർ പണിയെടുക്കുന്നു എന്ന വിവരമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഏതു രാജ്യത്തിനു വേണ്ടിയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്നത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കുറ്റമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക കാണുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ യുദ്ധമുന്നണിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏജന്റുമാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിയാണ് പല യുവാക്കളും ഇത്തരം കുരുക്കുകളിൽ ചെന്നു ചാടുന്നത്. റഷ്യയിലെ കൂലിപ്പട്ടാളക്കാർക്കിടയിൽ ഇന്ത്യക്കാരും ഉള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉത്തര കൊറിയ പരസ്യമായി തന്നെ കൂലിപ്പട്ടാളക്കാരെ റഷ്യക്ക് നൽകുന്നുണ്ട്. വിദേശങ്ങളിൽ തൊഴിൽ തേടുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ യുദ്ധമുന്നണിയിൽ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.